ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. പ്രത്യേക ട്രൈബ്യൂണലാണ് വധശിക്ഷ വിധിച്ചത്. കൂട്ടക്കൊലയുടെ ബുദ്ധികേന്ദ്രം ഷെയ്ഖ് ഹസീന എന്ന ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഉത്തരവിൽ വ്യക്തമാക്കി. മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമെന്നാണ് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ നടപടികളെ കോടതി വിശേഷിപ്പിച്ചത്. വിധി പക്ഷപാതപരമെന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അജീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ നിർണായകമായ ഒരു വിധി വരുന്നു. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു സംഭവം, ഒരു മുൻ രാഷ്ട്ര നേതാവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. മാത്രവുമല്ല, നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. പല രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കാൻ ഇടയുള്ള വിധിയാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയാണല്ലോ ഇത്. അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. ഇന്ത്യക്ക് അടക്കം വലിയ പ്രാധാന്യമുണ്ട് ഈ വിധിക്ക്. കാരണം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ആളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. 2024 ഓഗസ്റ്റിൽ നടന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്താൻ ഉത്തരവിട്ടുവെന്ന കേസിൽ വിചാരണ നേരിട്ട ഹസീന കുറ്റക്കാരിയാണെന്നാണ് നിലവിൽ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള അന്താരാഷ്ട്ര ട്രിബ്യൂണലാണ് ഈ വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. ആദ്യം ജീവപര്യന്തം തടവിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. പിന്നീട് കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിച്ചാണ് ശിക്ഷ വധശിക്ഷയായി മാറ്റിയത്. പ്രകോപനം സൃഷ്ടിക്കൽ, കൊലപാതകത്തിന് ഉത്തരവിടൽ, അതിക്രമങ്ങൾ തടയുന്നതിൽ നിന്ന് പരാജയപ്പെടൽ എന്നീ 3 കുറ്റകൃത്യങ്ങൾ ഹസീന കുറ്റക്കാരിയാണെന്ന് ജഡ്ജി ഗോലം മോർട്ടുസ മുജുംദാർ അറിയിച്ചു. കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമലിനും കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഹസീനയെ പോലെ തന്നെ ഒളിവിലാണ്. ഇപ്പോൾ രാജ്യത്തില്ല, ബംഗ്ലാദേശിലില്ല. മാത്രമല്ല, ഒളിവിലായിരിക്കുന്നത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം കുറ്റം സമ്മതിക്കുകയും കേസിൽ മാപ്പ് സാക്ഷിയാവുകയും ചെയ്ത മുൻ പോലീസ് മേധാവി ചൌധരി അബ്ദുള്ള അൽ മാമുൻ കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 5 വർഷത്തേക്കാണ് തടവിന് ശിക്ഷിച്ചിട്ടുള്ളത്. വിചാരണയിൽ കോടതിയിൽ ഹാജരായ ഏക പ്രതിയും ഈ മുൻ പോലീസ് മേധാവിയായിരുന്നു. ഈ വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ ന്യൂഡൽഹിയിലാണ് നിലവിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീന അഭയം പ്രാപിച്ചിട്ടുള്ളത്. ഈ വിധിക്കെതിരെ ഇപ്പോൾ ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമായിട്ടുള്ള ഒരു വിധിയാണെന്നാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഈ സിവിലിയൻ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ താൻ ഉത്തരവിട്ടിട്ടില്ലെന്നും ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ ഭാഗങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണെന്നും അവർ പ്രസ്താവനയിൽ പറയുന്നു. എന്ന് മാത്രമല്ല, അത് അവരുടെ മകന്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. വധശിക്ഷ വിധിച്ചെങ്കിലും ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുമെന്നും സുരക്ഷിതയാണെന്നും ഉടൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങില്ലെന്നുമാണ് ഈ മകൻ സജീബ് വാസദിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. നിലവിൽ ന്യൂഡൽഹിയിലാണ് ഷെയ്ഖ് ഹസീന ഉള്ളത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംരക്ഷണയിലാണ് ഉള്ളത്. എന്തായാലും ഏറെ ഇന്ത്യൻ സർക്കാരിനടക്കം ഏറെ ഗൗരവമുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഷെയ്ഖ് ഹസീന 15 വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. പിന്നീട് ഷെയ്ഖ് ഹസീനയുടെ പുറത്തായതിനു പിന്നാലെ അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ നിരോധിച്ചതിന് പിന്നാലെ ഇടക്കാല സർക്കാർ രൂപീകരിച്ചിരുന്നു. അത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അടക്കം നേടിയ മുഹമ്മദ് യൂനിസ് ആയിരുന്നു അവിടെ ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും ഇന്ത്യൻ സർക്കാരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ 2024 പ്രതിഷേധങ്ങൾ നടന്ന സമയത്ത് തന്നെ ഇത് കണ്ടതാണ്. മാത്രമല്ല, ഈ വിധി വന്നതിന് പിന്നാലെ ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് ബംഗ്ലാദേശിൽ ഹർത്താലിലടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നവംബർ 10 ഈ വിധി പ്രസ്താവം ഇന്നത്തേക്ക് മാറ്റിയ സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അവാമി ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊള്ളിവയ്പും തീവയ്പും അടക്കം നടന്നിരുന്നു. ഈ മുഹമ്മദ് യൂനിസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ പോലീസ് മേധാവി അടക്കം ഉത്തരവിട്ടത് അക്രമ സംഭവങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടു കഴിഞ്ഞാൽ വെടിവെക്കുക, ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെ ഒരു കലാപ സമാന സാധ്യത തന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും വിധിക്കെതിരെ ഒരു പ്രതികരണം ഷെയ്ഖ് ഹസീന നടത്തിയിട്ടുണ്ട്. ഇനി തുടർ നടപടി എന്തെന്നുള്ളത് ഇതുവരെയ്ക്കും വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഔദ്യോഗികമായിട്ട് വന്നിട്ടുമില്ല. ശരി, അപൂർവമായ വിധികളിൽ ഒന്നാണ്. ഇനി മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഇതെങ്ങനെ ബാധിക്കും? ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ നിർബന്ധിതരാകുമോ? ഈ വിവരങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.